ഹലോ ഗൈസ്, അപ്പൊ നമ്മളിന്ന് വന്നിട്ടുള്ളത് പാലസ്, മൈസൂർ മൈസൂർ പാലസ്. പാലസ്. കുറെ വട്ടം കണ്ടതാണെങ്കിലും 40 വട്ടം കണ്ടു. എന്നാലും നമ്മൾ അങ്ങോട്ട് തന്നെ വന്നേക്കണേ. +2 വന്ന് ഇങ്ങോട്ട്, 10 വന്നു അപ്പൊ ഇങ്ങോട്ട്, 40 ആവില്ല, രണ്ടല്ലേ ഉള്ളൂ. കോളേജിൽ 40 ഓവറാണ്. 40 ഓവറാണ്. രണ്ടു വട്ടം ഒരു 5 4 വട്ടം. ഒന്ന് പെരക്കാരെ കൂടെ ഒന്ന് 10, ഒന്ന് +2 കണ്ടു. 5 വട്ടം കണ്ടു. ഓക്കെ, കോളേജിൽ 40 ഇല്ല. നായികക്ക് 40 വട്ടം പറഞ്ഞാലേ അല്ലേ? എന്ത് സീനാണ് കഥ? സിനാൻ നായികക്ക് 40 വട്ടം കണ്ടോലെയാണല്ലോ പാലസ് കണ്ടത്. ഇജ്ജ് എത്ര വട്ടം കണ്ടു? ഫസ്റ്റ് എന്റെ പോലെ തന്നെ. വേണ്ട, നമ്മളായി മാത്രമായിട്ടില്ല. വീഡിയോ എടുക്കല്ലേ. അപ്പൊ ഗൈസ്, നമ്മള് മൈസൂർ പാലസിന്റെ എൻട്രിയിലെത്താനില്ലേ? ഗേറ്റിന് മുമ്പില് വേറെ കോമഡി എത്തിച്ചാ പാക്കേജ് കാണാനല്ലേ ഗൈസ്. നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല. അപ്പൊ വന്നവരൊക്കെ അവിടെ പോസ്റ്റ് ആയിക്കണ്ട്. ഗേറ്റ് ആടാ നോക്കട്ടെ. ഗൈസ്, നമ്മള് മൈസൂർ പാലസിന്റെ ഉള്ളിൽ കയറിയേക്കാണ്. പാലസ് പാലസ് എല്ലാരും ഇവിടെ ലാസ്റ്റ് എത്തിപ്പെട്ടോ. ഓക്കെടാ. അതിലെ നിക്കങ്ങോട്ട് പോയന്. എല്ലാരും ഇങ്ങോട്ട് ലാസ്റ്റ് എത്തിപ്പെടണത്. എന്താണ് അഭിപ്രായം? നമ്മളെ ഇഷ്ടം എത്തിക്കും. അത്രേ ഉള്ളൂ. എത്രയും കാലം നമ്മളെ എത്തിച്ചില്ല. അങ്ങനെ ഗൈസ്, നമ്മള് ഇതിനുള്ളിൽ കയറാൻ വേണ്ടി പോവാണ്. എല്ലാം പാടിയ എന്താടാ അടിച്ചങ്ങായി? ആരുല്ലേ സിനാനെ? കേരളില്ല. ഇതുണ്ടോ? റീലെടുക്കാം. അതിലെ എന്തെനിക്ക് പറയാല്ലേ? എത്ര വട്ടം കണ്ടുകിടി? ഞാൻ ചെറുപ്പത്തിലെന്നാണ്. അതാണ് പിന്നെ ഞാൻ അതിനുള്ളിൽ കയറാനിന്റെ ഇതിലെത്തി. എന്താണ് എൻട്രൻസ് ഗൈസ്. നമ്മളങ്ങനെ കടന്നു പോവുകയാണ് ഗൈസ്, കടന്നു പോവുകയാണ്. ഇവിടെ കുറെ ചരിത്രപരമായ സംഭവങ്ങളുണ്ട് അല്ലേ? പക്ഷെ നമ്മക്കതൊന്നും അറിയാത്തോണ്ട് നമ്മളതൊന്നും വലിയ കാര്യം നോക്കണില്ല. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാമ്പാടിയാ പൊരി ഏതാ സിബിലാലേ? ഇവിടെ കുറെ ചരിത്രപരമായ സംഭവങ്ങളുണ്ട്. നമുക്ക് എന്തെങ്കിലും അറിയോ? നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പാലസിന്റെ ഉള്ളിൽ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ. ഏതാ സാധനല്ലേ? നോക്കാണേ. ഇവിടെ ഉണ്ടോന്ന്. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക്. ഇത് ടൈൽസ് തന്നെയാണോ അല്ലേ? നേക്ക് സാധനം അല്ലേ?
എന്താ പേര് ചരിത്രം അല്ലേ അതിലേ ഒക്കെ ഇങ്ങോട്ട് തന്നെ വരുന്നുണ്ട്. അല്ലേ നല്ല തിരക്കായോണ്ടേ ഇവിടേക്ക് ഇങ്ങോട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടില്ലേ. ഫാനോ ഉണ്ടാവും. ശരിയാ ഇവിടെ എല്ലാരും വീഡിയോ തന്നെ പിന്നെ നമുക്ക് കുഴപ്പമില്ല. അപ്പുറത്ത് എന്തൊരു തിരക്കില്ല നമ്മള് വന്നപ്പോ. ആ അത് നമ്മള് വന്നോണ്ടില്ല തിരക്കല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് തന്നെ കാണണേ. സഭയിലൊന്നും അല്ലേ ഇവിടെ കാണുന്ന ഓരോ ഇതൊക്കെ ആരാണോ. ആ അവിടെ പേരുണ്ട് ജയലക്ഷ്മി ജയലക്ഷ്മി അടുത്തത് ഇതിന്റെ ഡോക്ടറും സിസ്റ്ററും ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വാണി വിലാസ എന്താണ് കെമ്പച്ചാലുവർ ഇവളൊക്കെ എങ്ങനെയാ വിളിച്ചില്ലേ. പെയിന്റിങ് പറയാനേ പെയിന്റിങ് ഉണ്ട്. അപ്പുറത്തെ സൈഡിൽ കൂടെ ഉണ്ടല്ലേ പെയിന്റിങ്. നമുക്ക് എല്ലാ സൈഡും കാണാൻ പറ്റൂലേ. ഇത് അതേപോലെ വേറെന്തോ ഇവിടെ എന്താ ഇതെന്താ അയാൾ കിട്ടിയ ട്രോഫി സമ്മാനങ്ങളോ അംഗീകാരങ്ങൾ. പായല്ലേ ഏത് ആനവണ്ടി അതിലല്ലേ രഥം എന്ന് പറയാ. കാളവണ്ടി ഉണ്ടല്ലോ ഇവിടെ. കാളവണ്ടി ഉണ്ട്, കുതിരവണ്ടി ഉണ്ട്. കടുവണ്ടി ഇവിടെ നിറച്ച ആൾക്കാരെ കൊണ്ടേ വീഡിയോ എടുക്കാനും പ്രശ്നമില്ല. ഓരും വീഡിയോ എടുക്കാണ്, നമ്മളും വീഡിയോ എടുക്കാണ്. ഇവിടുന്ന് വീഡിയോ എടുക്കാനാ. വീണ്ടും യാത്ര തുടരുകയായി. പണ്ടത്തെ ലിഫ്റ്റ് എ സി ലിഫ്റ്റടാ. ഇതിൽ എ സിയോ എന്തുകൊണ്ട് അങ്ങനെ പോയിട്ട്
അതിൻ്റെ ഉള്ളിൽ എന്താന്നില്ലേ നമ്മൾ ഇത് ഇവിടെ കാണാം. അതിൻ്റെ ഉള്ളില് ഒരു മിറർ അല്ലേ സാറേ? ഫോട്ടോ ഉണ്ടോ? ആ മറ്റേത് ആ കൊമ്പ് വാ എന്നാ പോവാ. അതിൻ്റെ ഉള്ളിലൊന്നും കാണാനൊന്നുമില്ല. ഞാൻ കണ്ടു. മുസോ കടുവനെ പിടിച്ചോണ്ടോണോ? കരിമ്പുലി കരിമ്പുലൊന്നല്ല, കരിമ്പുലൊക്കെ നിന്ന് പച്ചപ്പുലിങ്ങനെ. ഔ യജാതി ജമ്മോ എൻ്റെ അതേപോലെ. അതെന്ത് ഗേറ്റടാ? ആ ഗേറ്റ് പാലസിന്റെ ഗേറ്റാ? മെയിൻ ഗേറ്റ് അല്ലേ? നമ്മളടുത്ത് ഇതിലെ കയറണം. ഇതിലൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ചാല് ഔ കിട്ടില്ല സാധനം. ഇതിലൊക്കെ ഉള്ള പ്രശ്നം എന്താ വെച്ചാല് ഫുള്ള് ചരിത്രപരമായ സംഭവങ്ങളാണ്. നമ്മക്കാണെങ്കിൽ ഒരു തേങ്ങ അറിയൂല. അതാണ് പ്രശ്നം അല്ലേ? ഇതിന് ഫുള്ള് ചരിത്രങ്ങളാണ്. ഓ ഇതാ ബീരങ്കി. പുറത്ത് വലിയ തിരക്കൊന്നും ഇല്ലടോ. പുറത്ത് വലിയ തിരക്കൊന്നുമില്ല. നമുക്ക് പുറത്ത് ചാടാം. ഇതോ ഇപ്പൊ നമ്മള് സുൽത്താൻ നോക്കി കണ്ണാടിയിലാ നോക്കണേ അല്ലേ? സുൽത്താന്റെ കണ്ണാടി. അതില് മുസും ബാക്കിയുള്ളൂ. എന്ത് ചെയ്യാനാണ്? നമ്മക്ക് ഭാഗ്യം കിട്ടി. പടി കണ്ണാടി സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ഇറങ്ങാനില്ല. എന്താ പത്ര തിരക്കില്ലേ? നമുക്ക് ബാക്കി മേലെ പോയിട്ടാണ്. സുൽത്താൻ കൊട്ടാരത്തിലെ വലിയ കണ്ണട. എന്തല്ലേ നമ്മള് ആ കണ്ണാടിയിലോട്ട് നോക്കി. മോനെ ചെറിയ വൈക്കൂടെയാണ് പോണെ. സുൽത്താന്റെ ഫോട്ടോ. സുൽത്താന്റെ ഫോട്ടോ. ഫോട്ടോ ഉണ്ട്, പ്രതിമയുണ്ട്. ഈ പ്രതിമന്റെ ഫോട്ടോ എടുത്താ അതൊക്കെ ഇതിന്റെ വിക്രിക്ക്. ഇതിന്റെ ആ കണ്ണ ആ ക്ലോക്കൊക്കെ കൂടി ഇതിന്റെ ഒരു വിക്രിക്ക് 1x എടുത്ത്. Which king is he? Krishna Raja. Name is Krishna Raja. He missed it. നമ്മളങ്ങനെ കൊട്ടാരത്തിന്റെ മേലെ തീരുന്നു. കൊട്ടരാജാവും ബാക്കി മണ്ടന്മാരും. ആ സീന് കാണും. അവിടെ കണ്ണാടി. എവിടെ നോക്കിയാലും കണ്ണാടി. ആ വ്യൂ ഇവിടെയാണ് പന്തയങ്ങളൊക്കെ അടുക്കല്. അതായത് കോമ്പറ്റീഷൻസ്
ഇവിടെ ഇവിടെ രാജാക്കന്മാർ കസാരട്ടിരിക്കും. അതെ അതെ ഇവിടെ അങ്ങനെയൊക്കെ കാണികളല്ല, ഇവിടെ രാജാക്കന്മാരിരിക്കും. ഉഷാറല്ലേ? സെറ്റ് സെറ്റ്. വീണ്ടും കണ്ണാടി. അടച്ചെങ്കിൽ ഇതാകണം അവിടെ അവിടെ അവിടെ. നമ്മള് വേറെ നുറുക്കുണ്ടായിനല്ലോ. ഇതിലെ കൊറേ പടികളൊക്കെ ഉണ്ട്, നമ്മള് കേറുന്നില്ല അല്ലേ? അല്ലേ ടൈമില്ല. എന്താണ് ദർബർ ലിഫ്റ്റോ? ദർബർ ലിഫ്റ്റ് അടുത്ത കണ്ണാടി. അവ അതിന്റെ ഡിസൈനോ നോക്കി. അവ അതിന്റെ ഡിസൈൻ നോക്കിയാ നുറുക്കാണെത്തിക്കണേ. ഇനി വന്ന് നടക്കി. അതിൻ്റെ ഉള്ളിൽ കയറാൻ നമ്മളായിട്ടില്ല. ഫൈനലി നമ്മൾ കൊട്ടാരത്തിന്റെ ഉള്ളിലെത്തി ഗൈസ്. സിൽവർ ഡോറാ. ഒക്കെ ഉണ്ട് അവിടെ. നമ്മളെ ഇതിൽ പോണേ ഇതില് തിരക്ക, അതില് പോവാ. നമ്മളിപ്പോ നമ്മളിവിടെ അല്ലേ? താഴ്ത്തി ചമ്മനെ സമാധാനം. താഴ്ത്തി ഗൈസ്. ബാക്കി കാണിച്ചാൽ നമ്മക്ക് ഏതായാലും നമ്മളെ ഷൂ ഒക്കെ ഇട്ടീന്. നമ്മളിങ്ങനെ പുറത്തേക്ക് പോയാണ് അല്ലേ? ഇതവിടെ ഇതിന്റെ എൻ്റെ എത്തണേ. ഫ്രണ്ടിലില്ല അല്ലേ? മൈസൂർ പാലസിൽ കാണാം. എടാ മോനെ ഇതൊക്കെയാ മൈസൂർ പാലസത്തെ കാണാൻ പോയോ? പാലസത്തെ കാണാം. പാലസത്തെ കുടുംബക്കാരാണ്. ഇവിടുത്തെ ആദ്യത്തെ കാണുന്ന കുട്ടികളാണ് അവിടെ കെട്ടിക്കാരൻ. വെറുതെ ആവശ്യമില്ലാതെ മഞ്ഞ നിറമ്പ് കുട്ടികളിക്കുന്നു. മലന്നല്ലേ? അതേപോലെ ഒരു അമ്പലം കാണാനാ. നമ്മളിപ്പോ ഒന്നൊരു മുന്നിൽ മണ്ടല് നമ്മളെ ഇപ്പൊ തന്നെ അവന്റെ വീഡിയോ അല്ലേ? ഇപ്പൊ തന്നെ അവന്റെ വീഡിയോ പെട്ടിന്. അങ്ങോട്ട് പോവാ. ഭാഷയാണ് ഏറടിച്ചു. നിർമ്മല സുലഭ്യ കുഞ്ചു സെറ്റല്ലേ? എപ്പോഴും ആ മുഖത്താ ചിരി. അത് മതി. ഫുൾ ടൈം അങ്ങനെ ഏതായാലും ഇവിടെ കാണാലോ. കണ്ടുല്ലേ ഭാഗത്തെ
എല്ലാരും പുറത്തിറങ്ങിയോ? എല്ലാരും ഇറങ്ങിയോ? അന്നൊന്നും കിട്ടൂല. അതിലെന്തേ എല്ലാരും ഇറങ്ങിയില്ല, കുറച്ചു നേരമായിട്ട് സാർമാർ വരാറ്. എന്നോട് ഇപ്പൊ ഇത്രയും പലസിന്റെ അടുത്തൂടെ കാളിയും പോത്തും മൂരിയൊക്കെ ഉണ്ട് തോന്നുന്നു. അവിടെ നമ്മളിപ്പോ ഒന്നോല് ഇതാ പോണി. സെറ്റല്ലേ? ഇജെപ്പോഴാ ഇറങ്ങിയേ? ആ പുറത്തല്ലേ? 701 എന്തായി കൊറേ കിട്ടിയേ. അങ്ങനെ കാശ് നമ്മള് മൈസൂർ പാലസിൽ നിന്ന് വിടുവാണല്ലേ. അപ്പൊ ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത് വരണം. ബൈ ബൈ.